ഇറ്റാലിയൻ പ്രധാനമന്ത്രിക്ക് വാസ്തവത്തിൽ ഭയമാണ്. അവർക്ക് ധൈര്യമില്ല എന്നും ആയതിനാലാണ് ഇറാനെതിരായ സൈനിക നീക്കത്തിൽ അമേരിക്കയ്ക്കൊപ്പം ചേരുന്നതിൽ മെലാനി പിന്തിരിഞ്ഞു ഓടിയതെന്നതാണ് ഇപ്പോൾ പരിഹാസ രൂപേണ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിക്കുന്നത്. മെലാനിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ട്രംപ് രംഗത്ത് വന്നതും. ഇറ്റാലിയൻ ജനങ്ങളോട് പോലും ചില ചോദ്യങ്ങൾ തനിക്ക് ചോദിക്കാനുണ്ട് എന്നും അതിവിടെ ഉന്നയിക്കുന്നതായും ട്രംപ് വ്യക്തമാക്കി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഒന്നും ചെയ്യുന്നില്ല എന്നതിൽ അവിടുത്തെ ജനങ്ങൾ അവിടെ സംതൃപ്തരാണോ എന്ന അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു പരിഹാസമാണ് നടത്തിയിരിക്കുന്നത്. മെലാനിയുമായുള്ള തന്റെ രാഷ്ട്രീയ സഖ്യവും വ്യക്തിപരമായ ആത്മബന്ധവും തകർക്കുന്ന രീതിയിലാണ് ട്രംപ് ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മെലോണി ആകട്ടെ അമേരിക്കയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് തന്നെ ഞെട്ടിച്ചു. അത് വലിയ രീതിയിൽ തനിക്കൊരു ആഘാതം ഉണ്ടാക്കിയെന്നും ട്രംപ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാർപ്പാപ്പയെ ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ പരാമർശങ്ങൾ ഈ തർക്കം കൂടുതൽ വഷളാക്കുകയും മാർപ്പാപ്പ തന്റെ ജോലി ശരിയായ രീതിയിലല്ല ചെയ്യുന്നതെന്നും അദ്ദേഹം തീവ്ര ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നതായിരുന്നു ട്രംപിന്റെ ആരോപണം. എന്നാൽ ട്രംപിന്റെ ഈ വാക്കുകൾ അവിടെ അസ്വീകാര്യമാണ് എന്നതായിരുന്നു മെലാനി തുറന്നടിച്ചത്. രാഷ്ട്രീയ നേതാക്കളുടെ നിർദ്ദേശങ്ങൾ മത നേതാക്കൾ പാലിക്കണമെന്നത് അവിടെ നിർബന്ധമുള്ള ഒരു സമൂഹത്തിൽ തനിക്ക് അവിടെ സമാധാനമായി ജീവിക്കാൻ കഴിയില്ല എന്നും അവർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മെലാനിയുടെ വിമർശനത്തിന് മറുപടിയായി തന്നെ മെലാനിയാണ് അവിടെ അസ്വീകാര്യമായ വ്യക്തി എന്നതാണ് ഇവിടെ തിരിച്ചടിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാന്റെ പക്കൽ ആണവായുധമുണ്ടായാൽ അത് 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇറ്റലിയെ തകർക്കുമെന്നും ഇവിടെ അതിനെക്കുറിച്ച് വലിയ രീതിയിൽ ബോധമില്ലാതെയാണ് ഇവിടെ മെലോണി ഇരിക്കുന്നത് എന്നതാണ് ട്രംപ് ആരോപിക്കുന്നത്. ഇത്തരത്തിൽ ലോകത്തെ 2 പ്രമുഖ നേതാക്കൾ വാക്പോരിൽ ഏർപ്പെടുന്നത് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നതായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയെ ഒരു മുൻഗണനാ സഖ്യകക്ഷിയായാണ് അവിടെ ഇറ്റലി കാണുന്നതെങ്കിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം സഖ്യകക്ഷികൾക്ക് ഉണ്ടാകണമെന്നതാണ് മെലോണി ഇവിടെ വ്യക്തമാക്കുന്നത്. ഇറാൻ യുദ്ധം രൂക്ഷമാകുന്നതോടുകൂടി തന്നെ ട്രംപിന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളുടെ പിന്തുണ ഒന്നൊന്നായി തന്നെ അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് നാറ്റോയ്ക്കുള്ളിലെ വലിയ വിള്ളലുകൾ പുറത്തു കാട്ടുന്നതാണ് മറ്റൊരു കാര്യം. നാറ്റോയെ ഒരു പേപ്പർ ടൈഗർ എന്നതാണ് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയെ സഹായിക്കാൻ തയ്യാറാകാത്ത സ്പെയിനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും ബ്രിട്ടനും മതിയായ പിന്തുണ നൽകുന്നില്ല എന്ന ആരോപണമടക്കം ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.